ഹലോ ഗൈസ്, ഞാനൊരു കപ്പ പുഴുങ്ങാൻ പോവാണേ. നമ്മളൊക്കെ ഇതിന് സാധാരണ കപ്പ എന്ന് പറയും, ചില നാട്ടിൽ ഇതിന് മരിച്ചീനി പറയും, കൊള്ളി എന്ന് പറയും, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇതിന് കപ്പ എന്നാണ് പറയുന്നത്. കോട്ടയം ഒരു സ്റ്റൈലിലാണ് ഇത് കപ്പ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് കപ്പ പുഴുങ്ങാം. കപ്പ എടുത്തു, ഞാൻ കപ്പ ഇത് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പ് വയ്ക്കാൻ പോവാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മന്തിയുടെ പണിയിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പ ഇങ്ങനെ പൊളിച്ചിട്ട് നല്ല വേഗം കപ്പയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ അറിയത്തില്ല, നമുക്കിപ്പോൾ ഇപ്പോഴത്തെ മഴയും ഒക്കെ ആയതുകൊണ്ട് കപ്പ ഇങ്ങനെ വേഗമോ ഇല്ല എന്നുള്ളത് നമ്മൾ വെച്ച് നോക്കിയാൽ മാത്രമേ ഉള്ളൂ. പൊളിക്കുമ്പോൾ ഇതൊരു നല്ല വേഗുന്ന കപ്പയായിട്ട് എനിക്ക് തോന്നുന്നേ. ചിലപ്പോൾ നല്ല കപ്പയായിരിക്കും, അറിയില്ല. മോൻ മേടിച്ചുകൊണ്ട് വന്നാണേ. അപ്പോൾ നമ്മൾ ഒന്ന് കപ്പ പുഴുങ്ങി നോക്കാം. നല്ല കപ്പയാണെങ്കിൽ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. അത് നല്ല അടിപൊളിയായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കപ്പ പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്മന്തിയുടെ പണിയിലേക്ക് കിടക്കും. ഓക്കേ, അപ്പോൾ കപ്പ വേഗം പൊളിയുന്നുണ്ട്, പക്ഷെ വേഗമെന്നുള്ളത് നമുക്ക് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ചില നാടുകളിൽ ഇതിന് ചെണ്ടമുറിയൻ കപ്പ എന്ന് പറയും, ചിലർ പറയും വെറുതെ പൊത്തി പുഴുങ്ങുന്നു എന്ന് പറയും, ചിലർ വെള്ളയ്ക്ക് പുഴുങ്ങുന്നു എന്ന് പറയും. അങ്ങനെ പല പേരുണ്ട് ഈ കപ്പ പുഴുങ്ങുന്നതിന്. ചെണ്ടമുറിയൻ, ചിലർ ഇതിന് മഞ്ഞൾ ഇട്ട് പുഴുങ്ങും, പക്ഷെ ഞാൻ മഞ്ഞളൊന്നും ഇടത്തില്ല. വെറുതെ നമ്മൾ സാധാരണ വെള്ള കളറിൽ തന്നെ പുഴുങ്ങിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ കുറച്ച് നന്നായിട്ട് കഴുകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ സമയത്തുള്ള കപ്പയായതുകൊണ്ട് ഭയങ്കര മണ്ണൊക്കെ ഉണ്ട് അതിനകത്ത് നന്നായിട്ട്. എല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ അധികം കപ്പ ഇഷ്ടമല്ലെങ്കിലും പഴയ ആൾക്കാർക്ക് ഇപ്പോഴും കപ്പയോട് നല്ല താല്പര്യമാണ്. അങ്ങനെ ഒരു ആഴ്ചയിലൊരിക്കലെങ്കിലും കപ്പ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറയും, അയ്യോ നല്ല കപ്പ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം കപ്പ എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വൈകുന്നേരത്തെ ഒരു കാപ്പി ചായയുടെ കൂടെ ഒരു കപ്പയും കട്ടൻ ചായയും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പ്ലാൻ ചെയ്തത്. ഓക്കെ, പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മുടെ കപ്പയുടെ കഥ പറയുന്നത്, പക്ഷെ അതൊരു സ്പെഷ്യലാണ്. ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കപ്പ പുഴുങ്ങി കഴിക്കുമെന്നെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഈ എറണാകുളം സൈഡൊക്കെ മിക്ക ആൾക്കാരും മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങുന്ന കപ്പയെ അങ്ങനെ വെറുതെ ഇങ്ങനെ മുറിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അവരത് കൂടുതലുണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെള്ള കളറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കപ്പ പൊടി കഴിഞ്ഞു. ഇത് നമ്മളിതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണുണ്ട് കപ്പയ്ക്കകത്ത്. അത് നല്ല വാഷ് ചെയ്തില്ലെങ്കിൽ കല്ല് ഒഴിക്കും. ഇതിനകത്ത് ഈ കപ്പയ്ക്കകത്ത് ഇങ്ങനെ കല്ല് ഒഴിക്കും, ചെറിയ പൊടിച്ചെറിയ നാല്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മളതിനെ നന്നായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത്, കപ്പയില്ലേ, കപ്പ ശരിക്കും കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ഒരു നോർമൽ പാത്രത്തിൽ പുഴുങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നമുക്കിവിടെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ കുറച്ച് ഇതായിട്ട് കുക്കറിൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ കുക്കറിട്ട് അപ്പോൾ കുക്കറിലേക്ക് ഇടാനാണ് തീരുമാനിച്ചത്. നമ്മൾ അതുകൊണ്ടൊരു കുക്കർ എടുത്തു. പിന്നെ ഇത് വലിയ പീസാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ചെറുതാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വേകുന്ന കപ്പയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് മുറിച്ചിടാന്ന് വിചാരിച്ചു. ഇങ്ങനെ രണ്ടായിട്ട് കുളർന്നിടാണ്. അപ്പം പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ കുളർന്നിട്ട് അന്നേരം അതിന് ഉപ്പും പിടിക്കും.
ഫാസ്റ്റ് വേഗം ചെയ്യും. നമ്മൾ കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഫിൽറ്റർ വെള്ളം എടുക്കുന്നത് കേട്ടോ, പൈപ്പിലെ വെള്ളം എടുക്കുന്നില്ല നമ്മളെ. കാരണം നമുക്കിപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്, പനി അങ്ങനെയുള്ള കുറേ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പൈപ്പിൽ വരുന്ന വെള്ളം അങ്ങനെ നമ്മൾ അധികം എടുക്കുന്നില്ല, ഫിൽറ്ററിൽ നിന്ന് തന്നെ എടുക്കുന്ന കുക്കിങ്ങിനൊക്കെ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ വെള്ളം എടുക്കുന്നത്. നമ്മൾ ഫിൽറ്റർ വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു നമ്മുടെ ഒരു വിശ്വാസം, നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് നിന്നാൽ നമുക്ക് അസുഖങ്ങൾ വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണേ കുക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ അണക്കൊന്നും ഉണ്ടാകാൻ വഴിയില്ല കുക്കറിൽ വെക്കുന്നതിൽ. എങ്കിലും നമ്മുടെ ഒരു പിന്നെ മോക്ക് വേണ്ടിയിട്ടായതുകൊണ്ടും ഞാനിങ്ങനെ ചെയ്യുന്നത്. കാരണം ഒക്കെ അസുഖമൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ കപ്പയിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടണം. അപ്പം നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണേ. ഇങ്ങനെ വളരെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ കുക്കറിൽ വയ്ക്കുന്നുണ്ട്, ചിലപ്പോൾ അത് ഉപ്പ് കൂടുതലാകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിന്ന് അങ്ങനെ നമ്മുടെ ഒരു കപ്പ പുഴുങ്ങൽ വീഡിയോ ആണത്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കപ്പ കുക്കറിൽ വെച്ചു. അങ്ങനെ ഓൺ ചെയ്തു. നമ്മൾ കുക്കർ വെച്ചോണ്ടോ ഒരു ഒറ്റ വിസിൽ മതി കേട്ടോ കപ്പയ്ക്ക്, പെട്ടെന്ന് വേവുമല്ലോ. വെന്തില്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ഇതാക്കാം, അത് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം കപ്പ കണ്ടിട്ട് വേഗം വെന്ത് പോകുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നു, അപ്പോൾ ഒരു ഡൗട്ട്. അപ്പോൾ നമുക്കതിനെ നല്ല രീതിയിൽ തന്നെ പൊളിഞ്ഞെടുക്കാം. ചിലപ്പോൾ വെന്ത് ചിലപ്പോൾ കലങ്ങിപ്പോകും വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി ചമ്മന്തിയാണേ. അതിനകത്ത് നല്ല ഉള്ളിയും പുളിയും ഒരു തുറ വെളുത്തുള്ളി വയ്ക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ കഴിക്കുന്നതല്ല, അപ്പോൾ ഗ്യാസൊന്നും ഉണ്ടാകാതിരിക്കാനാണേ. അപ്പം നമ്മൾ ഈ ഉള്ളിയും പിന്നെ ഞാൻ പറയട്ടെ, ചമ്മന്തിക്ക് ഇത്തിരി ഉള്ളി കൂടുതലുണ്ടെന്നാൽ വളരെ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എരിവിൻ്റെ കുത്തലും കുറയും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മൾ കല്ലിൽ ചതച്ചിട്ട് പുളിയും ഇതുകൂടെ ഞെരടിയാണ് നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് മാത്രം, എല്ലാവർക്കും അറിയാം. എങ്കിലും എനിക്കൊരു രസം ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ എനിക്കത് തോന്നിയിട്ട് എടുത്തതാണേ. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയുടെ പരിപാടിയിലേക്ക് കിടക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചാലും മതി. ഞാനിത് മിക്സിയിലും അടിക്കാം കേട്ടോ. മിക്സിയിൽ അടിക്കാന്ന് വെച്ചാൽ കല്ലിൽ ചതച്ചാലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ മറ്റേ അരകല്ലൊന്നും ഇല്ലല്ലോ. ഇപ്പം അത് എല്ലാവരും മിക്സിയും ഇടികല്ലൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്താലും മതി, നമുക്കിഷ്ടമുള്ളതിൽ ചെയ്യാം. പക്ഷെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വൈകുന്നേരം ഈ മഴ സമയത്തൊക്കെ 2 കപ്പ കഷ്ണവും അങ്ങനെ ഇച്ചിരി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഇതാണ്. പിന്നെ എല്ലാവർക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ് കപ്പയൊക്കെ കഴിക്കുന്നവർക്ക്. പണ്ടൊക്കെ ആർക്കും അങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും 4 മണിക്ക് കപ്പയും ചായയൊക്കെ പതിവായിരുന്നു. ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കപ്പ. നമുക്കൊക്കെ കപ്പയില്ലെങ്കിൽ സങ്കടമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഷുഗറാണ്, കപ്പ കഴിക്കാൻ ബുദ്ധിമുട്ട്, ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പം എല്ലാവരും എന്താ പറയുക, ഒരു നേരം ചപ്പാത്തി 2 നേരം റാഗി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ, അല്ലെങ്കിൽ ഓട്സ് ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ എങ്കിലും ആ പണ്ടത്തെ ആ ഫുഡിൻ്റെ കഴിക്കുന്ന ആ ഒരു സന്തോഷം എപ്പോഴും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കപ്പ കഴിച്ചതിൽ ഒരു വിഷമം. കപ്പ ചക്ക ഒക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പം അങ്ങനെയാണ്
നമ്മുടെ ചമ്മന്തിക്കുള്ള ഉള്ളി. നമ്മൾ കുറച്ച് കപ്പയാണ് ഉണ്ടാക്കുന്നതേ, ഞങ്ങൾ 3 പേര് ഇവിടെ ഉള്ളൂ, അപ്പോൾ കുറച്ച് കപ്പ കുറവായിട്ട്. നമ്മളിത് ഞാനിപ്പോൾ തീരുമാനിച്ചത് മിക്സിയിൽ റെഡി അടിക്കാനാണേ. കാരണം കല്ലിൽ എനിക്ക് ചതയ്ക്കാനൊരു ഇപ്പം എല്ലാവരും ചോദിക്കും കാന്താരി ചമ്മന്തി ഇല്ലെന്നില്ല വെളുത്തുള്ളി അരയ്ക്കുന്നതാണ്. പക്ഷെ അതിലൊരു ചുള വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതാക്കും അങ്ങനെ അത് ചെയ്യുന്നത് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്പെഷ്യലാണേ. ഞാനങ്ങനെ കണ്ടിട്ടില്ല എവിടെ ഇങ്ങനെ ഉള്ളിയിൽ അല്ല വെളുത്തുള്ളി കാന്താരിയും കൂടെ ചമ്മന്തി അരയ്ക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എനിക്കിഷ്ടമാണ്. നമ്മളപ്പം ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരിയും പച്ചമുളകും കേട്ടോ. കാന്താരി കുറച്ച് അടിയിലായിപ്പോയി. നമ്മളതിനൊന്ന് തിരഞ്ഞെടുക്കണം. കാരണം കാന്താരി കുറച്ച് ഇത് പച്ചമുളകിൻ്റെ കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് അടിയിലായിരിക്കും. നമുക്കതിനെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളതിനെ കണ്ടുപിടിക്കും. എന്താ അടിയിലായിപ്പോയേ എന്താ. പക്ഷെ കിട്ടി. എന്നാലും അത് അധികം എരിവ് വേണ്ട. ഇവിടെ ആരും അങ്ങനെ അധികം എരിവ് കഴിക്കാത്തതുകൊണ്ട് ഒത്തിരി കാന്താരി വെക്കാൻ പറ്റത്തില്ല. കാരണം പിള്ളേർക്കൊന്നും അത്ര എരിവ് ഇഷ്ടമുള്ളതല്ല. അപ്പം നമ്മൾ കുറച്ച് എരിവ് മതി. പണ്ടൊക്കെ എരിവ് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ എരിവ് അധികം കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊക്കെ പ്രശ്നമാകുമല്ലോ. കാരണം ഇപ്പോഴത്തെ ഫുഡൊക്കെ അങ്ങനത്തെ അല്ലേ. അപ്പോൾ ആൾക്കാർക്കൊന്നും അധികം എരിവ് കഴിക്കാനും പറ്റത്തില്ല. എങ്കിൽ നമ്മുടെ കാന്താരിനെ നമുക്ക് കൈവിടാൻ പറ്റത്തില്ലോ. നമ്മുടെ പഴയ ഓർമ്മകളാണല്ലോ കാന്താരി എന്ന് പറയുന്നത്. അതുകൊണ്ട് കാന്താരി വെച്ചിട്ടൊരു ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ നമ്മൾ കാന്താരി ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മിക്സിയിൽ റെഡി അടിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കറി വയ്ക്കാൻ എനിക്ക് ഇച്ചിരി വേദനയുണ്ട്. അപ്പോൾ ഇടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതിനെ മിക്സിയിൽ ഒറ്റയടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇട്ടിരിക്കുന്നത് ഉള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, 1 ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളകല്ല കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാന്താരി ചിലത് വലിയ കാന്താരി ഉണ്ട്, ചെറിയ കാന്താരി ഉണ്ട്. 2 സൈസ് കാന്താരി ഉള്ളതുകൊണ്ടാണ് 2ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി വേണം. പിന്നെ ടേസ്റ്റ് കാണും. അപ്പോൾ നമ്മളിതിട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒരടി നമ്മൾ അടിക്കുക കേട്ടോ. നമ്മളിങ്ങനെ അരിഞ്ഞേണ്ട ആവശ്യമില്ല. എങ്കിലും മിക്സി ആയതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുന്നത്. കാരണം കല്ലിലാണ് പിന്നെ കൈക്ക് ഇച്ചിരി വേദനയുള്ളതുകൊണ്ട് ഞാനിരുന്ന് നമ്മുടെ മിക്സിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അതിനകത്ത് പുളി ചേർക്കും കേട്ടോ. പുളി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാമേ, നല്ലതായിരിക്കും. ഇച്ചിരി ഒരുപാട് പുളി പാടില്ല, പക്ഷെ ഒരു ടേസ്റ്റിനുള്ള പുളി അത്രേ ആകാവുള്ളൂ. ഇത് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇത് വേണമെങ്കിൽ ചേർക്കാൻ മതി കേട്ടോ. ഞാൻ ചേർക്കുന്നത് കുറച്ച് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ചെറുനാരങ്ങ ഞാൻ പുളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പുളി ചേർത്തുകൊണ്ട് അതിനകത്ത് നീര് കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു തുള്ളി വെള്ളം അത് ആ മിക്സിയുടെ ഇത് കഴുകിയിട്ട് ഇച്ചിരി ഒഴിച്ചു. ഇത് നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ, ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല വെളിച്ചെണ്ണയാണേ. അപ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ വാങ്ങുന്നത് നല്ല വെളിച്ചെണ്ണ മേടിക്കുള്ളൂ. നമ്മൾ ലോക്കൽ വെളിച്ചെണ്ണ അങ്ങനെ മേടിക്കില്ല. കാരണം
ഇപ്പം കുറേ മായങ്ങളൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിൽ, അതുകൊണ്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ വാങ്ങാറുള്ളത് എപ്പോഴും. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായേ. കപ്പയിൽ ഇതുവരെ വിസിൽ വന്നിട്ടില്ല, അത് വേറെ വിഷയം. നമ്മൾ ചമ്മന്തി റെഡിയാക്കി. ഓക്കേ, അപ്പം നമ്മളങ്ങനെ നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിള്ളേർക്ക് എരിവ് പാടില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എരിവാണെങ്കിൽ അത് കഴിക്കില്ല. നമുക്ക് സൂപ്പറാണ്, അടിപൊളി. എരിവുണ്ട് കുറച്ച്, പക്ഷേ അതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പിൻ്റെ ഒരു കുറവുകൊണ്ടാണ് എരിവ് തോന്നുന്നത്. ഉപ്പ് കുറവായിരുന്നേ. ഞാൻ കല്ലിലടിക്കുകയാണെങ്കിൽ എനിക്കത് കല്ലിലടിച്ചുണ്ടാക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഉപ്പ് അറിയാം. ഈ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് നമുക്ക് ആ ഉപ്പിൻ്റെ ഒരു ഇത് മനസ്സിലായില്ല. പിന്നെ ഉപ്പൊന്നും ഞാൻ ഒന്നിനും കണക്കില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഒരു കണക്കാണ്, അല്ലാതെ ഇത്ര വേണം, ഇത്ര സ്പൂണ്, 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ 1 സ്പൂൺ, അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഞാൻ എല്ലാം എൻ്റെ ഒരു ചിന്തയിലുണ്ടാകുന്ന, എനിക്കൊക്കെ തോന്നുന്ന ഒരു കണക്കാണ് എല്ലാ കുക്കിങ്ങും. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. ചമ്മന്തി റെഡി, നമ്മുടെ കപ്പയൊക്കെ റസ്റ്റ് റെഡി. നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടൻ ചായ വെച്ച് നമ്മൾ 4 മണി വൈകുന്നേരത്തെ ഒരു കാപ്പി ചായ അങ്ങനെ അറിയില്ല. 4 മണിക്ക് കഴിക്കുക. നമ്മളിപ്പോൾ 4 മണിയല്ല, കുറച്ച് സമയം വൈകി. നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യണം നോർത്തു, പക്ഷെ സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കപ്പ കൊള്ളാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ കപ്പ അടുപ്പയിലും ചമ്മന്തി റെഡി. ഇനി നമ്മൾ കപ്പ മുഴുങ്ങി അത് ഒരു വിസിലടിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് അധികം വേവില്ലാത്ത കപ്പയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി അറിയത്തില്ല, മഴയൊക്കെ പെയ്തുകൊണ്ട് കപ്പ ഇങ്ങനെ ഇളന്താളിച്ച് പോകുന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെയൊക്കെ. ഞാൻ അതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നോക്കാൻ വഴി ശേഷം കപ്പയ്ക്ക് ശേഷം വിസിൽ വന്നു. ഇതപ്പോൾ ഇപ്പോൾ ഒരു കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കുകയാണെ പഠിക്കും. എന്താ പറയുക, നമ്മൾ കാത്തിരുന്നിട്ട് അടിക്കുന്നില്ല. വിസിലൊന്ന് മനഃപൂർവ്വം അടിക്കാത്ത പോലെയാ. സാധാരണ അത് നമ്മൾ പറയുന്നതിന് മുമ്പ് അടിക്കും. ഇന്നിപ്പോൾ ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് അടിക്കുന്നേ ഇല്ല. അതിന് തന്നെ മനസ്സിലായതൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുക കേട്ടോ നമ്മുടെ കപ്പയുടെ വിസിലും അതിൻ്റെ വേരും. ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ കപ്പയുടെ വിസിലടിച്ചേ. അപ്പോൾ നമ്മൾ ഇനി ഓഫ് ചെയ്യണേ. ഒറ്റ വിസിൽ മതി എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പയുടെ എയർ കുറച്ചുണ്ട്, പക്ഷെ നമ്മളത് കളഞ്ഞു എടുക്കുവാണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വെന്തു പോകും. രണ്ടാമതൊരു ഒന്ന് വേറെ കളയുക കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെള്ളം നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടാം കേട്ടോ. അന്നേരം വെള്ളം പരിപ്പ് പാത്രത്തിലേക്ക് കുട്ടി നമുക്കിത് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ചിലരിതിൽ മഞ്ഞപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഒരു പീസ് എടുത്ത് നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നമ്മളിത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളേ. അപ്പം നമ്മളൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാമേ. അപ്പോൾ നമ്മളിത് എടുത്ത് കഴിച്ചു നോക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര വെന്ത കപ്പയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കപ്പയല്ലേ, അതിനോടൊരു സ്നേഹമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കഴിച്ചു നോക്കാമേ. പിന്നെ ഞാൻ അധികം ചൂട് കഴിക്കുന്ന ആളല്ല കേട്ടോ. എനിക്ക് ചൂട് ഭയങ്കര പേടിയാണ്. ചൂട്
കഴിക്കില്ല. അതുകൊണ്ട് അത് ടേസ്റ്റ് നോക്കാൻ ഞാനൊരു ഇച്ചിരി ഇങ്ങനെ ചമ്മന്തി. അപ്പോൾ ഞാനിത് കഴിച്ച് കാണിക്കാം കേട്ടോ. എൻ്റെ ആ ടേസ്റ്റ് എൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇത് ഉണ്ടാക്കി കഴിക്കണം. കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നോട് പറയണം. ഞാൻ പോയി ഇത് കഴിച്ച് ആസ്വദിച്ച് സന്തോഷിക്കട്ടെ. നിങ്ങളും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് പറയണേ. ഓക്കെ, ബൈ.